Okay. Then page number 54, judicial administration. Each district has a judicial setup for the administration of justice. All kinds of disputes occur in a district. It can be a dispute between citizens or dispute between the government and the citizens. Those involved in criminal activities also need to be punished. Disputes are settled in court. There are civil courts and criminal courts. Civil courts deal with the civil cases and criminal courts deal with the criminal cases. Cases concerning property and financial disputes are decided by civil courts. Cases of theft, assault, murder and other criminal acts are heard in criminal courts. For judicial administration വരുന്നത് നമുക്കറിയാം ഒരു ജുഡീഷ്യൽ സെറ്റപ്പ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൽ ഒരു ജുഡീഷ്യൽ സെറ്റപ്പ് വേണ്ടേ? നമുക്കറിയാം പലതരത്തിലുള്ള കോടതികളുണ്ട് ഇല്ലേ? എല്ലാ കേസും ഒരേ കോടതിയിലാണോ കാര്യങ്ങൾ നടക്കുക? എല്ലാ കേസും ഒരേ കോടതിയിലാണോ അതിന്റെ ഡിസിഷൻ നടക്കുക? അല്ല. അപ്പം നമുക്കറിയാം സ്വത്തിന്റെ തർക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന കോടതിയിലാണ് പോവുക. ഇനി ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഡൈവോഴ്സ് കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ വേറൊരു കോടതിയിലാണ് പോവുക അല്ലെ? അപ്പൊ നമുക്ക് അതുപോലെ നമ്മുടെ ഓരോ പ്രോബ്ലംസും അത് ഓരോ കോടതിയിലാണ് ഡീൽ ചെയ്യുക, ഓരോ കോടതിയാണ് ഡീൽ ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞെന്താ ഈ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ പറയാണ് രണ്ട് തരത്തിലുള്ള കോടതികൾ പറയുന്നുണ്ട്. There are two types of courts, criminal courts and മക്കളെ criminal courts and civil courts. Clear? Judicial administration, each district has a judicial setup for administration of justice. Then courts can be divided into two, criminal courts and civil courts. See, what is criminal court? What is civil courts? What is the difference between both of them? And the criminal courts and the civil court. എന്താ മക്കളെ നമ്മൾ പറഞ്ഞു ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഓരോ ഡിസ്ട്രിക്റ്റിലും ജുഡീഷ്യൽ സെറ്റപ്പ് ഉണ്ട്. ജുഡീഷ്യൽ സെറ്റപ്പ് ഫോർ administration of justice. Then courts can be divided into two, civil courts and criminal courts. What is the difference between criminal and civil courts? എന്തായിരിക്കും നോക്ക്. Cases concerning property and financial disputes are decided by civil courts. എന്താ പറഞ്ഞേ? പ്രോപ്പർട്ടി സ്വത്തുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ട എല്ലാ കേസും പരിഗണിക്കുന്ന എവിടെയാണ്? സിവിൽ കോർട്ടിലാണ്. മനസ്സിലായോ? സിവിൽ കോർട്ട് എന്ന് പറഞ്ഞാല് കൺസേണിംഗ് പ്രോപ്പർട്ടി ആൻഡ് ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട് ആർ ഡിസൈഡഡ് ബൈ സിവിൽ കോർട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ കേസിന്റെ വിധി നടത്തുന്നത് സിവിൽ കോർട്ടിലാണ്. ഇനി നമുക്ക് ക്രിമിനൽ കോർട്ട് എന്ന് പറഞ്ഞാല് തെഫ്റ്റ്, അസോൾട്ട്, മർഡർ, ക്രിമിനൽ ആക്ട്, these are decided by criminal court. അതായത് എന്തെങ്കിലും മർഡർ എന്താ പറയാ കൊലപാതകമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ മോഷണക്കുറ്റം, പിന്നെ ക്രിമിനൽ ആക്ട്സ്, ഇതൊക്കെ ഇങ്ങനെയുള്ള കേസ് ഒക്കെ കേൾക്കുന്നത് എവിടെയാണ്? ക്രിമിനൽ കോർട്ടിലാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിമിനൽ കോർട്ട് ആൻഡ് സിവിൽ കോർട്ട്. അപ്പം സ്വത്തുമായി ബന്ധപ്പെട്ടത്, പ്രോപ്പർട്ടിയായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും നടക്കുന്നത് സിവിൽ കോർട്ടിലും, മർഡർ, പിന്നെ തെഫ്റ്റ്, മോഷണം, പിന്നെ ക്രിമിനൽ ആക്ട്, ദീസ് ആർ ഹേർഡ് ഇൻ ക്രിമിനൽ കോർട്ട്. ക്ലിയർ? മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ഓഫീസേഴ്സ് ആൻഡ് ദ വർക്കിംഗ്. ഇപ്പൊ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനിലെ ഓഫീസേഴ്സ് നോക്കാം. The district judge and the additional district judge are in charge of highest court for civil cases in the district. അവിടുത്തെ ഓഫീസേഴ്സ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കോർട്ടിലെ ഓഫീസേഴ്സ് നോക്കുക. ഡിസ്ട്രിക്ട് ജഡ്ജ്, ജില്ലാ ജഡ്ജി ആൻഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ്, ദീസ് ആർ ഇൻ ചാർജ് ഓഫ് ദ ഹൈയസ്റ്റ് കോർട്ട് ഓഫ് സിവിൽ കേസസ് ഇൻ ദ ഡിസ്ട്രിക്ട്. അപ്പൊ ജില്ലയിലെ സിവിൽ കോർട്ടിലെ ഹൈയസ്റ്റ് ഉദ്യോഗസ്ഥർ, ഹൈയസ്റ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ആര്? ഒന്ന് ഡിസ്ട്രിക്ട് ജഡ്ജും മറ്റൊന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജും. മനസ്സിലായോ? District judge and additional district judge are the two officers are charged in the highest court of civil in
the district. Clear? ജില്ലയിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാര് ഹയസ്റ്റ് റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ആരൊക്കെ? ഡിസ്ട്രിക്ട് ജഡ്ജും അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജും. Clear? The court of the sessions judge is the highest court in the district of criminal cases. Serious criminal cases such as murder and dacoity are tried by the court of sessions judge or the additional session judge. Lower courts of session court are headed by assistant session judge, chief judicial magistrate, and chief metropolitan magistrate, metropolitan magistrate and magistrate of first class, magistrate of second class, and special judicial magistrate and executive magistrate. പലതരത്തിലുള്ള നമുക്കറിയാം ഒരു ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഓരോ ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഓരോ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എന്ത് പോസ്റ്റ് ഉണ്ടാവുക അല്ലേ 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 നമുക്ക് നമ്മുടെ സ്കൂളിന്റെ കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താ ഹയസ്റ്റ് പോസ്റ്റ് HM ആയിരിക്കും. HM കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ HM അല്ലെങ്കിൽ പ്രിൻസിപ്പല്, അതിനുശേഷം ടീച്ചേഴ്സ്, പിന്നെ ക്ലർക്ക്, പിയൂണ്, അങ്ങനെയൊക്കെയല്ലേ വരിക. അതുപോലെ ഓരോ സ്ഥാപനത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഓരോ പോസ്റ്റ് ഉണ്ടാവും അല്ലെ. അവരുടെ പോസ്റ്റ് ഫസ്റ്റ് മുതൽ താഴേക്ക് റാങ്ക് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത് കോർട്ട് സെഷൻ ജഡ്ജ്. നോക്ക്, ലോവർ കോർട്ട്സ് ഓഫ് ദ സെഷൻ കോർട്ട് ആർ ഹെഡഡ് ബൈ അസിസ്റ്റന്റ് സെഷൻ ജഡ്ജ്. അല്ല, ലോവർ കോർട്ട്സ് ഏതൊക്കെയാ? അസിസ്റ്റന്റ് സെഷൻ ജഡ്ജ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, metropolitan magistrate and magistrate of first class, magistrate of second class, judicial magistrate, then executive magistrate. പല തരത്തിൽ നമുക്കറിയാം. കോടതിയൊക്കെ പോയാല് അവിടെ എഴുതിയിട്ടുണ്ടാവും ഇല്ലേ? ഓരോ ആളുടെയും ബോർഡില് നമുക്ക് ഇന്ന പോസ്റ്റ് എഴുതിയിട്ടുണ്ടാവും. ഇത് വായിച്ചു നോക്കുക. ഇത്രയും ഇതിന്റെ പേര് ഒന്ന് 3-4 പ്രാവശ്യം വായിച്ചു നോക്കുക. ഈ ലെസണിൽ ഇപ്പൊ നമ്മൾ എടുത്തതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് മെയിനായി നമ്മൾ പഠിക്കേണ്ടത്. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് each district has a judicial setup for administration of justice. Then courts are two, civil courts and criminal courts. Civil courts എന്ന് പറഞ്ഞാല് cases of finance and property. These are deal in the presence of civil court. Then criminal court, murder, theft, പിന്നെ criminal acts. These are heard in criminal courts. പിന്നെ officers, district judge and additional district judge. These are the higher post of higher rank in the highest court. പിന്നെ നമ്മൾ പറഞ്ഞ ലോവർ കോർട്സിലെ അസിസ്റ്റന്റ് സെഷൻ ജഡ്ജ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആൻഡ് മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്, etc. Clear? നമ്മൾ ഈ ലെസണിൽ എന്തൊക്കെ പഠിച്ചു? അത്യാവശ്യമുള്ള നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറയാം. സ്ട്രക്ചർ ഓഫ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, പിന്നെന്താ പറഞ്ഞതില് സിവിക് കമ്മ്യൂണിറ്റീസ് എന്താന്ന് പഠിക്കാം. എന്താണ് സിവിക് കമ്മ്യൂണിറ്റീസ്? ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, മെയിൻ്റെനൻസ് ഓഫ് ഗവൺമെന്റ് ബിൽഡിംഗ്സ് എക്സെട്ര അല്ലെ, എക്സെട്ര ആർ ഇൻക്ലൂഡിംഗ് ഇൻ സിവിക് കമ്മ്യൂണിറ്റീസ്. പിന്നെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ഒന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോന്ന്. അശ്വിനെ വായിക്കുന്നുണ്ടോ? ഉണ്ട്.
ജോയലെ വായിക്കുന്നതാണോ കാണുന്നത്? ഹെവൻ, ജീവ, ഹലീമ, ജസ്സേ വായിച്ചോ? സംശയമൊന്നുമില്ല എങ്കിൽ നമുക്ക് ടൈം ടു ലേൺ എടുക്കാം. ടൈം ടു ലേൺ പേജ് നമ്പർ 55. Time to learn. Tick the correct answer. Tick the correct answer. കഴിഞ്ഞ ലെസണിന്റെ നോട്ട് എന്തേ സെൻഡ് ചെയ്യാതിരുന്നേ? ആതിര, ജീവ, ഹലീമ, ഹെവൻ, അശ്വിൻ, ജോയൽ, ജസ്റ്റിസ്, നിജാദ്, ശ്രീവിഷ്ണു, ജുവാന, വസുദേവ്, പിന്നെ ഒരു റെഡ്മി. ഇതാരെ റെഡ്മി? ക്യാമറ ഓൺ അല്ല, റെഡ്മി പേരും കാണുന്നുണ്ട്. ക്യാമറ ഓൺ ചെയ്തേ. വസുദേവ്, ജുവാന, ശ്രീവിഷ്ണു, നിജാദ്, റെഡ്മി. ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. എന്താടാ വസുദേവേ? ആ വീഡിയോ ഓൺ ചെയ്യാൻ കേൾക്കൂല, നെറ്റ് കുഴപ്പമുണ്ട്. ഈ റെഡ്മി ആരാ? ക്യാമറ ഓൺ ചെയ്തേ. ഈ ഒരു കാര്യം ഞാൻ പറയാം, അവനവന്റെ പേര് ടൈപ്പ് ചെയ്ത് ക്ലാസ്സിൽ കയറുന്നില്ല എങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് അവനവന്റെ പേര് ടൈപ്പ് ചെയ്ത് കയറാൻ പറ്റില്ലെങ്കിൽ ക്ലാസ്സിൽ കയറുന്നില്ല. ഈ റെഡ്മി, വിവോ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഇല്ല, ഇങ്ങനെ എന്തൊക്കെയോ പേരിൽ കയറും ചെയ്യും. നമുക്ക് ഇതാരാന്നറിയോ? ഇനി ഒരാളെ അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. ആദ്യം പറയാം, ആ റെഡ്മി ആണെന്ന കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്യാം. റേഞ്ച് പ്രോബ്ലം ആണെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള പേര് സെറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ക്ലാസ്സിൽ കയറുകയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, എന്താ ആതിര? ഒരു വർഷമായി നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നത്, നിങ്ങൾക്ക് അറിയില്ലേ പേര് ടൈപ്പ് ചെയ്യണം എന്നുള്ള കാര്യം? കഴിഞ്ഞ ലെസണിന്റെ പിന്നെ നോട്ട്സ് ഞാൻ സബ്മിറ്റ് ചെയ്തതാണ്. ശരി, ഓക്കെ. ഈ ലെസന്റെ നോട്ട് എഴുതിക്കോ മക്കളെ. Time to learn. Tick the correct answers. Tick the correct answers. First one. എന്താ ശ്രീ വിഷ്ണു? മിസ് അതിന് ടിക്കും ഫിൽ ഇൻ ദി ബ്ലാങ്ക്സും മാച്ച് ദി ഫോളോയിങ് മാത്രമല്ലേ ഉള്ളൂ? Tick the correct answer. First one. Most important unit of administration is a dash. The most important unit of administration is a dash. Country, Pargana, district, Tahsil. This is the correct answer. The most important unit of administration is district. Yes, correct. District. Yes, Adina. District. Heaven, Seida. Seida. Most important unit of administration is a district. Then, second one, maintaining law and order in the district is the most important responsibility of the dash. Law and order maintain ചെയ്യുന്നത് ജില്ലയിലെ ആരാ? ഡിസ്ട്രിക്ട് കളക്ടർ, പോലീസ് ഓഫീസർ, പഞ്ചായത്തി രാജ് മേയർ. മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ ചെയ്യുന്നത് ജില്ലയിലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? പോലീസ് ഓഫീസർ അല്ല ഹെവനെ? യെസ്, ഫസ്റ്റ് വൺ ഡിസ്ട്രിക്ട് കളക്ടർ. ജില്ലയിലെ ലോ ആൻഡ് ഓർഡറിനെ കൺട്രോൾ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. ഡിസ്ട്രിക്ട് കളക്ടർ. ഓക്കെ. Then third one, dash are important for determining the rightful owner of the land. Dash are important for determining the rightful owner of the land. ലാൻഡിന്റെ കാര്യങ്ങള് അല്ല കളക്ട് ചെയ്ത് വെക്കുന്ന എവിടെയാ? എന്താ അത്? യെസ്, ലാൻഡ് റെക്കോർഡ്. യെസ്, കറക്റ്റ്. ലാൻഡ് റെക്കോർഡ്. ഹലീമ എഴുതുന്നുണ്ടോ?
അലിമിനിറ്റ് ലാസ്റ്റ് നിമിഷം പറയും മിസ് അതിന്റെ നോട്ടില്ല ഇതിന്റെ നോട്ടില്ല. Then fourth one, land records at the village level are taken care of by the dash. Land records at the village level land records are taken care of by the dash. Fourth one, Kanango, Tahsildar, District Collector, Chowkidar. Fourth one, land records at the village level. First one, text നോക്കിക്കോ എവിടെയെങ്കിലും ഉണ്ടെന്ന് കാണും. Land records at the village level. Page number എവിടെയായിരുന്നു? 53-ലുണ്ട്. Okay. Then fifth one, the highest court in the district for criminal cases is the court of the dash judge. Highest court in the district for criminal cases is the court of the dash judge. Fifth one, court of the sessions judge. Sessions, option C. Sessions, page number 56. Afar. Okay. Sessions judge. Then sixth one, the district courts function under the dash. District courts function under the dash. ജില്ലാ കോടതിയുടെ ഫംഗ്ഷൻ നടത്തുന്ന ഏതിന്റെ കീഴിലാണ്? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സെഷൻസ് കോർട്ട്, അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ്. District court function under the High Court. High Court. ചെയ്തോ? കിട്ടിയില്ലേ? Are you okay? If you are okay, show your thumb. Okay, good. Then next one, B, write true or false. Write the correct statement in your notebook. True or false ആണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ഫാൾസ് ഉള്ളതിന് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് എഴുതണം. അതായത് ട്രൂ ആണെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും എണ്ണം ഫാൾസ് ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്ത് നോട്ടിലേക്ക് എഴുതാം. തെറ്റായതിനെ ശരിയാക്കി എഴുതാം. മനസ്സിലായോ? ഫസ്റ്റ് വൺ, there are no districts in our country. There are no districts in our country. ഇവിടെ പറയാണ് നമ്മുടെ സംസ്ഥാനത്ത് ജില്ലകളില്ല. ജില്ലകളില്ല, ശരിയാണോ തെറ്റാണോ? ജില്ലകളുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഫോൾസ്. ഫോൾസ് അവിടെ എഴുതുക. എന്നിട്ട് അത് തിരിച്ച് എഴുതിക്കോ, റീറൈറ്റ് ചെയ്തോ, അതിനെ ശരിയാക്കിക്കോ. എങ്ങനെയാ റീറൈറ്റ് ചെയ്യാ? എങ്ങനെയാ റീറൈറ്റ് ചെയ്യാ? There are more than 600 districts in our country. അത് തിരിച്ച് എഴുതുക. There are more than 600 districts in our country. നമ്മുടെ കൺട്രിയിൽ ഏകദേശം 600-ൽ കൂടുതൽ ജില്ലകൾ ഉണ്ട്. അപ്പൊ തിരിച്ച് എഴുതിക്കോ. There are more than 600 districts. നമ്മുടെ കൺട്രിയിൽ ഏകദേശം 600-ൽ കൂടുതൽ അധികം ജില്ലകളുണ്ട്.
districts in our country. There are more than 600 districts in our country. Then second one, there are, the district collector is a member of the Indian Administrative Service. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്ട്രിക്ട് കളക്ടർ ആവണമെങ്കിൽ അദ്ദേഹം ആരായിരിക്കണം? ഒരു IAS ഓഫീസർ ആയിരിക്കണം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ആൾക്ക് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ? IAS നേടിയ ഒരു വ്യക്തിക്ക് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ? ഡിസ്ട്രിക്ട് കളക്ടർ ആകാൻ പറ്റുള്ളൂ. The district collector is a member of the Indian Administrative Service. That is, അയ്യോ ഇവിടെ ഫാൾസ് എന്നാണ് കേട്ടോ വേണ്ടത്, മാറിപ്പോയതാണേ, ഫോൾസ് എന്നാണ്. അതുപോലെ എഴുതി വെച്ചോ, 2 ഫോൾസ്. ഒന്നാമത്തെ ഫോൾസ് ആണേ. Then first one false തിരിച്ച് എഴുതുക, എനിക്ക് മാറിപ്പോയതാണ്. Second one, true. Second one, true. അതായത് ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആവണമെങ്കിൽ അദ്ദേഹം IAS ഓഫീസർ, IAS നേടിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഡിസ്ട്രിക്ട് കളക്ടർ ആവാൻ പറ്റുള്ളൂ. അത് 2 മാത്രം എഴുതുക, തെറ്റുള്ളത് മാത്രമാണ് നമുക്ക് തിരിച്ചു എഴുതേണ്ടത്. Third one, the inspector of police is the highest ranking police officer in a district. ഇവിടെ പറയാണ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പോലീസ് ഇൻസ്പെക്ടർ ആണ് ജില്ലയിലെ ഹയസ്റ്റ് പോലീസ് ഓഫീസർ എന്ന്. ഒരു ജില്ലയിലെ ഹയസ്റ്റ് പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ്. ആണോ? അല്ല. ആരായിരുന്നു? സൂപ്രണ്ട് അല്ലെ? ആരാ ഒരു ജില്ലയിലെ ഹയസ്റ്റ് പോലീസ് ഓഫീസർ ഏതാ? സൂപ്രണ്ട്. അപ്പൊ തിരിച്ചെഴുതാ സൂപ്രണ്ട്. Third one is false. The superint is the superint. Superint spelling എന്താ? superint. Superint spelling തെറ്റിക്കല്ലേ? superint. The superint is the highest ranking police officer in the district. ഒരു ജില്ലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സൂപ്രണ്ട് ആണ്. ആരല്ല? ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ല. അപ്പൊ ജില്ലയിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഓഫീസർ സൂപ്രണ്ട് ആണ്. Fourth one, cases concerning property and financial dispute fall under criminal code. അതായത് നമ്മൾ പറഞ്ഞു there are 2 types of codes, criminal codes and civil codes. അതിൽ ക്രിമിനൽ കോഡ്സിൽ എന്താ? മർഡർ, തെഫ്റ്റ്, ക്രിമിനൽ ആക്ട്, ഇതൊക്കെയാണ് അവിടെ കൺസിഡർ ചെയ്യാം. നേരെ മറിച്ച് സിവിൽ കോഡ്സിൽ പരിഗണിക്കുന്നത്, സിവിൽ കോഡ്സ് കൺസിഡർ ചെയ്യുന്ന എന്തൊക്കെയാ? ഫിനാൻസ് ആൻഡ് പ്രോപ്പർട്ടി അല്ലെ? ഇവിടെ പറയാണ്
cases concerning property and financial dispute. അത് criminal courtലാണ്. Criminal courtലെ financial disputes property ആണോ കൺസേൺ ചെയ്യാ അല്ല. അപ്പൊ തിരിച്ചെഴുതിക്കോ. Fourth one false. Fourth one false. തിരിച്ചെഴുതണം. Cases pertaining PERTAINING cases pertaining to property and financial disputes. Property and financial disputes. Fall under civil courts. Fall under civil court. Civil കോടതിയിലാണ്. Civil കോർട്സിലാണ് എന്ത് പരിഗണിക്കുക? പ്രോപ്പർട്ടിയുടെയും ഫിനാൻഷ്യൽ ആയ കാര്യങ്ങളും. Civil courts. Then fifth one. The court of the session judge is the highest court for civil cases in a district. Session judge ആണ് highest court for civil cases in a district. ആണോ? അല്ല. ആരാ? അതെ, ഈ സെഷൻ ജഡ്ജി എന്ന് പറയുന്നത് ക്രിമിനൽ കേസസിന്റെ ഡിസ്ട്രിക്റ്റിലാണ് അല്ലെ. ദ കോർട്ട് ഓഫ് ദ സെഷൻ ജഡ്ജി ഈസ് ദ ഹൈയസ്റ്റ് കോർട്ട് ഫോർ ക്രിമിനൽ ആണ്. ക്രിമിനൽ കേസസിലാണ് ആര് വരിക? സെഷൻ ജഡ്ജി വരിക കേട്ടോ. ഇവിടെ പറയണത് സിവിൽ കോർട്ടിലാണ്. സിവിൽ കോർട്ടിലല്ല, ക്രിമിനൽ കോർട്ടിലാണ്. അപ്പൊ അത് തിരിച്ചെഴുതുക. ഫോൾസ് എന്ന് എഴുതി തിരിച്ചെഴുതാം. The court of the sessions judge SSIONS. Sessions in the S capital and judge in the J capital. The court of the sessions judge is the highest court for criminal cases. Criminal. ഇവിടെ സിവിൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മാറ്റി ക്രിമിനൽ എന്നാക്കാം. സിവിൽ മാറ്റി ക്രിമിനൽ. Criminal cases in a district. Criminal cases in a district. DISTRICT. Okay. എഴുതിയോ ജീവ? ജീവ എഴുതിയോ?
രണ്ട് ലെസണിന്റെ കഴിഞ്ഞ ക്ലാസ്സിലത്തെ കഴിഞ്ഞ ലെസണും ഈ ലെസണും നോട്ട് ഇത്രയും കംപ്ലീറ്റ് ആക്കുക. നോട്ടിൽ എഴുതി നോട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ, സെൻഡ് ചെയ്യാം. ടെക്സ്റ്റിലത്തെ കോപ്പി വേണ്ട, നോട്ടിലത്തെ ജസ്റ്റ് നോട്ടിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തയക്കാം കേട്ടോ. അടുത്ത വീട് ഇതിന്റെ അടുത്ത ലെസൺ ആണ്. പൊളിറ്റിക്സ് തീർത്തതിന് ശേഷം ഹിസ്റ്ററിയിലേക്ക് പോവാം. Okay, bye bye. See you in the next class. Bye bye.